ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയ. അക്രമങ്ങൾ നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കാൻ യാതൊരു മടിയുമില്ലല്ലോ ഇവർക്ക്. ഈ കേരളത്തിൽ ചുരുക്കം ചില ആളുകളെ ISIS റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മതരാഷ്ട്രം അല്ലേ? ഇവിടെ ജീവിക്കാൻ പറ്റൂല, പിന്നെയോ സിറിയയിൽ പോയിട്ട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താലോ ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇതാ മതഭ്രാന്ത് എന്ന് പറയുന്നത്. മതവിശ്വാസികളെ വഴിതെറ്റിക്കുന്ന, ആ മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്ന ഈ നാട്ടിലെ വർഗീയ ശക്തികളുമായിട്ട്, വർഗീയ ഘടകങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഐക്യപ്പെടുന്നു. ആ വിമർശനം വരുമ്പോൾ ലീഗുകാർ പ്രതിരോധവുമായിട്ട് പുറപ്പെടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെവിയിൽ ഓതിക്കൊടുക്കുക ലീഗുകാർക്ക്. ഇത് CPIM ഇപ്പോൾ ഒരു പുതിയ നയവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള സമീപനമാണ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ. ലോകത്ത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത് സാമ്രാജ്യത്വമാണ്. ലീഗുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണൂരിന്റെ പ്രിയ പീച്ച് RSSന്റെ കണ്ണിലെ മുഖ്യ എതിരാളി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് P. ജയരാജനാണ്. സഖാവിനെ ഏറെ ബഹുമാനത്തോടുകൂടി സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെമ്പാടുമുള്ള പാവപ്പെട്ടവരുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. എവിടെ മനുഷ്യർ കഷ്ടപ്പെടുന്നുവോ, എവിടെ മനുഷ്യർ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്നുവോ, മുതലാളിത്തത്തിൻ്റെ ചൂഷണം അനുഭവിച്ചു വരുന്നോ, ആ എല്ലാ ജനവിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാർവദേശീയ വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന സാർവദേശീയതയനുസരിച്ച് ലോകത്തിലെ ഏത് രാജ്യത്തും എവിടെ വിവേചനം സൃഷ്ടിക്കുന്നുണ്ടോ, എവിടെ അടിച്ചമർത്തൽ നടക്കുന്നുണ്ടോ, ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങളുടെ പ്രതിഷേധ പ്രസ്ഥാനം, പ്രതിരോധ പ്രസ്ഥാനം ഉയർന്നു വരുന്നുവോ അവിടെയൊക്കെ ആ ജനങ്ങളുമായിട്ട്, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെ സാർവദേശീയ വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഈ സാർവദേശീയ വീക്ഷണത്തെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ ഇസ്രായേൽ പലസ്തീനികൾക്കെതിരായി നടത്തിയിട്ടുള്ള വലിയ ആക്രമണം, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊലപ്പെടുത്തുന്ന മൃഗീയമായിട്ടുള്ള ആക്രമണങ്ങൾ, വംശഹത്യ, ഇതൊക്കെ വന്നപ്പോൾ ഈ രാജ്യത്തിലെ CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ അതിനോട് പ്രതികരിച്ചു. അവിടെ കഷ്ടപ്പെടുന്ന, വംശഹത്യക്ക് ഇരകളാക്കപ്പെടുന്ന ആളുകളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. അപ്പോൾ CPMനെ കുറിച്ച് എതിരാളികൾ എന്താ പറഞ്ഞത്? ഇത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി CPM നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, മുസ്ലിം പ്രീണനം. അങ്ങനെയാണ് എതിരാളികൾ ആക്ഷേപം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ പലസ്തീനിലെ വംശഹത്യ ഈ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒന്നാണ്. അതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല. മതത്തിൻ്റെ പ്രശ്നമായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും കണക്കാക്കിയില്ല. ഉദാഹരണത്തിന്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പലസ്തീനികളുടെ നേരെ നടത്തുന്ന അതിനിഷ്ഠൂരമായിട്ടുള്ള ഈ വേട്ടക്കെതിരായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പരാതി നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ് ദക്ഷിണാഫ്രിക്ക. ആ ദക്ഷിണാഫ്രിക്ക മുസ്ലിം രാഷ്ട്രമാണ്. ദക്ഷിണാഫ്രിക്കയിൽ 82% ക്രിസ്ത്യാനികളാണ്. അവർക്ക് എന്തേ അത് തോന്നി? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പലസ്തീനിൽ നടക്കുന്ന ഈ വംശഹത്യ, കൂട്ടക്കൊല, ഇതിനെതിരായിട്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം, നീതിന്യായ കോടതി ഇടപെടണം എന്ന് ഹർജി കൊടുക്കാൻ എന്താണ് ദക്ഷിണാഫ്രിക്കയെ പ്രേരിപ്പിച്ചത്? ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ടാണോ ആ രാഷ്ട്രം കണക്കാക്കിയത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള കൂട്ടക്കൊല അവസാനിപ്പിക്കണം, വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിലെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ കാര്യത്തിൽ സുദൃഢമായിട്ടുള്ള നിലപാടുണ്ട്. അത് ഇസ്രയേലിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്, പലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്, ലോകത്തിലെ ഏത് രാജ്യത്തിലെയും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ നിലപാട് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചർച്ച ഇങ്ങനെയാണ്. ഇത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യത്തിൽ CPIM ഐക്യദാർഢ്യ സദസ്സുകളൊക്കെ നടത്തുന്നത്, പരിപാടികൾ നടത്തുന്നത് എന്ന നിലക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് CPM വിരോധം ഉൽപ്പാദിപ്പിക്കാനുള്ള, അതല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം പീഡനമാണ് നടത്തുന്നത് എന്നുള്ള തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചരണങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിയത്. അത് വസ്തുതയല്ല എന്ന കാര്യമാണ് ഞാനിവിടെ ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളി ഒരു വർത്തമാനകാല പ്രശ്നമാണ്. ആ നിലക്കാണ് CPIM അതിനെ കാണുന്നത്. അത് ഇന്ന് നടക്കുന്ന പ്രശ്നമാണ്, ഇന്നലെ നടന്നിട്ടുള്ള പ്രശ്നമാണ്, തൊട്ട് മുമ്പെയുള്ള ദിവസങ്ങളിലും നടക്കുന്ന കാര്യമാണ്, ഇനിയും നടക്കാൻ ഇടയുള്ള കാര്യമാണ്. അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പോരാടും. കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പോരാടിയാൽ പോരാ,
മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഒന്നിക്കാൻ CPIM സന്നദ്ധമാണ്. ഒരു വേർതിരിവും CPM സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ കണക്കാക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ആക്രമണം. എന്താ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള പൗരന്റെ അവകാശമാണ് മതനിരപേക്ഷത കൊണ്ട് വിവക്ഷിക്കുന്നത്. ലോകത്ത് മതവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗമാണ്? ക്രിസ്തീയ വിശ്വാസികളാണ്. അത് കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇന്ത്യയിൽ ഹിന്ദു ജനവിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലെങ്കിൽ ലോകത്ത് അത് 15% മാത്രമാണ്. പിന്നെ ബൗദ്ധ വിഭാഗമുണ്ട്, മറ്റ് ഒട്ടേറെ മതവിഭാഗങ്ങളുണ്ട്. ലോകത്ത് ഒരു മതവിശ്വാസവും ലോകത്തിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. മറ്റൊന്ന്, ഈ ക്രിസ്തീയ വിശ്വാസമായാലും ഇസ്ലാം വിശ്വാസമായാലും ഹിന്ദു ഉൾപ്പെടെയുള്ള മറ്റ് മതങ്ങളിൽ ഉള്ള വിശ്വാസമായാലും എല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മതങ്ങളൊന്നും തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയെപ്പോലെയല്ല ലോകത്തിൻ്റെ മുമ്പിൽ അനുഭവപ്പെടുന്നത്. പിന്നെയോ അവർക്കിടയിൽ ഒട്ടേറെ അവാന്തര വിഭാഗങ്ങൾ ക്രിസ്ത്യൻസിനിടയുണ്ട്, മുസ്ലിം ഇസ്ലാം മതവിശ്വാസികൾക്കിടയിലുണ്ട്. എല്ലാ മതവിശ്വാസങ്ങൾക്കിടയിലും ഒട്ടേറെ അവാന്തര വിഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും നാനാവിശ്വാസങ്ങളുടെ സമാധാനപൂർവമായിട്ടുള്ള സഹവർത്തിത്വമാണ് ഇന്നത്തെ ലോകത്ത് ആവശ്യം. അതിനു പകരം സ്പർദ്ധയുണ്ടാക്കുക. ആ സ്പർദ്ധ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സങ്കുചിതവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്ത് പരിശ്രമം നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം പരിശോധിച്ചാൽ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ആരാ ശ്രമിച്ചത്? ആദ്യം ശ്രമിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. 1905 ബംഗാൾ വിഭജനത്തിൽ പ്രത്യക്ഷമായ രൂപത്തിലുള്ള വിഭജന പദ്ധതി. ജനങ്ങളെ വിഭജിക്കുക, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്തു? ബംഗാളിനെ വിഭജിച്ചു. ഒന്ന് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം, മറ്റൊന്ന് ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനം. സാമ്രാജ്യത്വത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള സാമ്രാജ്യം. മുസ്ലിങ്ങളും യോജിച്ചുകൊണ്ട് അതിനെ എതിർത്തു. അവസാനം 1911 ആവുമ്പോഴേക്ക് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ ഈ നാനാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അടക്കം യോജിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്. അതാണ് ചരിത്രം. പക്ഷേ ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ നമ്മൾ കാണുന്നത് നല്ല നിലക്ക് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാമ്രാജ്യത്വം തയ്യാറായിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഇതേ പണി തന്നെയാണ് എടുത്തത്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രമിച്ചിട്ടുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. ആദ്യകാലത്ത് ഈ വിഭജന പ്രശ്നം കോൺഗ്രസ്സിന് വളരെ അത്യാവശ്യമായിരുന്നില്ല. കാരണം കോൺഗ്രസ്സിന് നല്ല ജനപിന്തുണയും. 1947 അധികാരത്തിൽ വന്നു. നീണ്ട 30 വർഷക്കാലമാണ് കോൺഗ്രസിൻ്റെ കേന്ദ്രാധികാരം തുടർന്നത്. ഇടതടവില്ലാതെ കേന്ദ്രഭരണം. അപ്പോൾ കോൺഗ്രസിൻ്റെ വർഗനയങ്ങളുടെ പ്രയോഗത്തിൻ്റെ ഫലമായി, വർഗനയങ്ങൾ ഏത് വർഗത്തിൻ്റെ നയമാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാലത്ത് ഭരണവർഗത്തിൻ്റെ താല്പര്യത്തിന് ജനങ്ങളെ മതപരമായിട്ട് വിഭജിക്കണം, ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കണം. സ്വാതന്ത്ര്യാനന്തരം മതപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോട് രാജ്യത്തിലെ കോൺഗ്രസ് എടുത്ത സമീപനം നോക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തിരിച്ചറിയാൻ പറ്റും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് വളരെ കൃത്യമാണ്. ഇവിടെ സഖാവ് നന്ദകുമാർ 1921 മലബാർ കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ആ കലാപം മഹാത്മാഗാന്ധിയും മറ്റും നേതൃത്വം കൊടുത്ത് കോൺഗ്രസ് പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ കലാപം നടക്കുന്നത്. കാർഷിക പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിഷയം ഇന്നതല്ല. പക്ഷെ 1921 മലബാർ കലാപം അതിക്രൂരമായിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അടിച്ചമർത്തിയത്. അന്നും സാമ്രാജ്യത്വം ഈ മതപരമായിട്ടുള്ള ഭിന്നതയെ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇതാണ്. അത് മുസ്ലിം പ്രമാണിമാരെ തങ്ങളുടെ കൂടെ നിർത്തി സാധാരണ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിരോധം ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കി അന്ന് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിഭീകരമായിട്ട് അടിച്ചമർത്തപ്പെട്ടുന്ന സാഹചര്യത്തിൽ ഈ തെക്കൻ കേരളത്തിലെ വള്ളുവനാട്, ഏറനാട് അടക്കമുള്ള താലൂക്കുകളിലെ പാവപ്പെട്ടവരെ ഭീകരമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അടിച്ചമർത്തിയപ്പോൾ ആഹ്വാനം ചെയ്ത കോൺഗ്രസ്സുകാരെങ്ങോട്ടാണ് പോയത്? അവരിവിടുന്ന് സ്ഥലം വിട്ടു, അല്ലേ? വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ചത്. അപ്പോൾ ഈ മലബാർ കലാപത്തിൻ്റെ
രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന ഒറ്റയിടത്തും കോൺഗ്രസിനെ പറ്റി കേൾക്കുന്നത് തന്നെ അലർജിയായി സാധാരണക്കാർക്ക്. കാരണം തങ്ങളെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു, അവസാനം തങ്ങളെ പാലം വിരിച്ചു, തങ്ങളെ വഞ്ചിച്ചു. ഭീകരമായിട്ടുള്ള അടിച്ചമർത്തൽ വന്നപ്പോൾ അതിന് സഹായിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അവരൊക്കെ തന്നെ ഒളിച്ചോടി, ഇവിടെ കോൺഗ്രസ് പ്രവർത്തനം നടത്താതായി. അന്നത്തെ വലതുപക്ഷ കോൺഗ്രസ് നേതൃത്വം പിന്നീട് ഇവിടെ ഇടപെടുന്നതിന് വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടത്തുകയുണ്ടായി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കെതിരായിട്ട് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള പ്രചാരങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കലാപം അടിച്ചമർത്തുന്നതിനെ തുടർന്ന് വലതുപക്ഷ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഈ വലതുപക്ഷ കോൺഗ്രസ് നേതാക്കന്മാരാണ്. 1929 തിരുനാവായിൽ നടക്കുന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനം അത് സംഘടിപ്പിച്ചത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വലതുപക്ഷ നേതാക്കന്മാരാണ്. ഇവിടെ പാവപ്പെട്ട കൃഷിക്കാരനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിക്രൂരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കാത്തവർ പിന്നീട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭ രൂപീകരിക്കാൻ വേണ്ടി സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു നേതാവ്, അഖിലേന്ത്യാ നേതാവിൻ്റെ പേര് കൂടി പ്രസക്തമാണ്. അത് ഡോക്ടർ BS മുഞ്ചയാണ്. RSSന് ബീജാഭാവം ചെയ്തിട്ടുള്ള നേതാക്കന്മാരിൽ പ്രമുഖരാണ് ഡോക്ടർ BS മുഞ്ചെ. ഇറ്റലിയിൽ പോയി മുസോളിനിയുമായിട്ട് ചർച്ച നടത്തി മുസോളിനിയുടെ പ്രസ്ഥാനത്തിൻ്റെ അതേ മോഡലിൽ ഈ രാജ്യത്തിലെ RSS രൂപപ്പെടണം, അതിനുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ള താത്വികാചാര്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ BS മുഞ്ചയാണ് 1929 തിരുനാവായിൽ നടന്നിട്ടുള്ള കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മുഖ്യ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നേ കോൺഗ്രസ് ഈ നിലപാടാണ് സ്വീകരിച്ചത്. പിൽക്കാലത്തോ കോൺഗ്രസ് തകർന്നു. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 വർഷക്കാലം ഇടതടവില്ലാതെ കേന്ദ്രം ഭരിച്ചു കോൺഗ്രസ്, സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചു. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഈ മുതലാളിത്തത്തെ സംരക്ഷിക്കുന്ന വർഗ നയങ്ങൾ കാരണം, ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ കാരണം അസംതൃപ്തരായിട്ടുള്ള ജനങ്ങളെ വർഗീയ ശക്തികൾ പാട്ടിലാക്കാൻ ശ്രമിച്ചു. ആ വർഗീയ ശക്തികളിൽ മുഖ്യം രാജ്യത്തിലെ ഹിന്ദുത്വ വർഗീയ ശക്തികളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് RSSും സംഘപരിവാരവുമാണ്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ആദ്യം അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ജനസംഘമാണ് അവരുണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി. 1977 ജനസംഘം പിരിച്ചുവിട്ടു. പിന്നെയോ അവർ പിന്നീട് 80ഓടുകൂടി BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ഈ തരത്തിലുള്ള ഹിന്ദുത്വ വർഗീയതയുടെ കേരളത്തിലുള്ള അധിനിവേശം നടന്നപ്പോൾ എന്താ രാജ്യത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ, ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിക്കാനുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, 1957 കേരളത്തിൽ EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 5 കൊല്ലത്തേക്ക് ആ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ 5 കൊല്ലത്തേക്ക് അധികാരത്തിൽ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ 2 കൊല്ലം ഭരിക്കാനേ കോൺഗ്രസ് വിട്ടുള്ളൂ. അവരെന്ത് ചെയ്തു? കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് 2 കൊല്ലമാവുമ്പോഴേക്ക് എല്ലാ വർഗീയ ശക്തികളെയും, ജാതിമത വർഗീയ ശക്തികളെയും ഒത്തുചേർത്തുകൊണ്ട് കേരളത്തിൽ കലാപം ആരംഭിച്ചു, വിമോചന സമരം. അതിന് മതമേലധ്യക്ഷന്മാരെ അടക്കം ഉപയോഗിച്ചു എന്നതും ചരിത്രമാണ്. ക്രിസ്റ്റഫർ സേന കുറുവടിയുമായിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് അക്കാലത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാ വർഗീയ ശക്തികളെയും EMS ഗവൺമെൻറ്റിനെതിരായിട്ട് അണിനിരത്തി. EMS ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു. 60 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു. 1960 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു. സഖാവ് EMS മത്സരിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിലാണ്. അവിടെ കണ്ടിട്ടുള്ള ചിത്രം എന്താണ്? RSS ജനസംഘത്തിൻ്റെ വോട്ട് എങ്ങനെ കോൺഗ്രസിന് കരസ്ഥമാക്കാം, ഇതാണ് അവരവലോചിച്ചത്. 60 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു മുക്കൂട്ട് മുന്നണി രൂപപ്പെട്ടു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, PSP. മുസ്ലിം ലീഗിനോട് കോൺഗ്രസിനുള്ള അകൽച്ച മാറ്റിക്കൊണ്ട് തൊട്ടുകൂടാത്ത നിലപാടായിരുന്നു ലീഗിനോട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന സമീപനം. അത് മാറ്റിക്കൊണ്ട് മുക്കൂട്ട് മുന്നണിയാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അധികാരത്തിൻ്റെ പങ്ക് കൊടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായില്ല എന്നതും ചരിത്രമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, 60 തെരഞ്ഞെടുപ്പിൽ മഹാനായിട്ടുള്ള സഖാവ് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ ഒരു രംഗം നമ്മൾ കണ്ടു. അവിടെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തു. ഒന്ന് മഹാനായിട്ടുള്ള EMS,
രണ്ടാമത്തത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, മൂന്നാമതൊരു സ്ഥാനാർത്ഥി ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പി മാധവ മേനോൻ എന്നാണ്. 57 തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇ പി ഗോപാലനാണ്. അദ്ദേഹം 2000-ലധികം വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. 60 തെരഞ്ഞെടുപ്പിൽ ഈ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഒന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും യോജിക്കുക, പിന്നെ PSPക്ക് ഇവിടെ വലിയ സ്വാധീനമില്ല മലബാർ മേഖലയിൽ, തിരുവിതാംകൂറിലാണ്. അപ്പം അതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നൊരു ശക്തി ഇവിടെ RSS ജനസംഘമാണ്. അവരെ കൂട്ടുപിടിച്ചല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ മാധവ മേനോൻ ഒരു പത്രപ്രസ്താവനയായിട്ടുമായി വരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള EMSനെ തോൽപ്പിക്കലാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള കടമ എന്ന് എനിക്ക് ബോധ്യമായി, എൻ്റെ പ്രസ്ഥാനത്തിനും ബോധ്യമായി, അതുകൊണ്ട് ഞാൻ പിൻവലിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്, ലീഗ്, PSP, പിന്നെ RSS ജനസംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരിടാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദത്തെ എപ്പോഴും കൂടെ നിർത്താൻ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ തയ്യാറായത്. 60 തെരഞ്ഞെടുപ്പ്, പിന്നെ 91 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും മാത്രമല്ല BJPയും ചേർന്നുള്ള സഖ്യം രൂപപ്പെട്ടല്ലോ. ഇവിടെയാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള, മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള, രാജ്യത്തിലെ ഹിന്ദുത്വ തീവ്രവാദത്തോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുക. ലീഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷത്തെ കെട്ടി പാകിസ്ഥാനിൽ അയക്കണം എന്ന് പരസ്യമായിട്ട് മുദ്രാവാക്യം മുഴക്കുന്നവരാണ് RSSകാർ. അവരെ കൂട്ടുപിടിക്കാൻ വല്ല മതിയുണ്ടായോ ലീഗിന്? 91 തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുന്നതിന് മുമ്പേ കോഴിക്കോടെ കക്കോടൻ ടൂറിസ്റ്റ് ഹോമിലടക്കം തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം നിരവധി തവണ ചർച്ച ചെയ്തു കോൺഗ്രസ്, ലീഗ്, BJP നേതാക്കന്മാർ. ആ ഘട്ടത്തിലാണ് RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനെ BJPയുടെ പ്രവർത്തനത്തിന് RSS നിയോഗിക്കുന്നത്. ഇതാണ് ആ ഒരു കോമ്പിനേഷൻ. നിങ്ങൾ നോക്കണം. RSS ഒരു വർഗീയ പ്രസ്ഥാനം. അവർ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ല, ഞങ്ങൾ സാംസ്കാരിക പ്രസ്ഥാനമാണ് എന്നതാണ്. ഹിന്ദുവിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്നവരാണ് ഞങ്ങളെന്നാണ് RSSകാർ സ്വയം അവകാശപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ അവർ അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഫാസിസ്റ്റുകൾ പലപ്പോഴും തങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയില്ല. മറച്ചുവെക്കപ്പെട്ട ആശയങ്ങളാണ് അവർ പലപ്പോഴും പ്രായോഗികമാക്കുക. ഇവിടെ 91 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകൾ ആദ്യം നടത്തി. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? CPMനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും എതിർക്കുക, തോൽപ്പിക്കുക. അതിനെന്താ മാർഗം? 60 നടത്തിയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമം, ലീഗിൻ്റെ ശ്രമം. 91 അത് തന്നെ കണ്ടല്ലോ, കോലീബി സഖ്യം അല്ലേ? ഇതേക്കുറിച്ച് RSSകാർ തന്നെ പിന്നീട് പരസ്യമായിട്ട് പറഞ്ഞു. KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥം ഇപ്പോഴും നമുക്ക് വായിക്കാൻ കിട്ടുമല്ലോ. അവർ BJPക്കാർ തയ്യാറാക്കിയതാണ്. അദ്ദേഹം അന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ കോലീബി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം അന്തരിച്ചപ്പോൾ ജീവചരിത്ര ഗ്രന്ഥം പുറത്തു വന്നു. അതിൽ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ടാണ് പാഴായ പരീക്ഷണം. ഒരു പരീക്ഷണം നടത്തിയതാണ്. കേരളത്തിലെ നിയമസഭയിൽ RSS BJPക്ക് ഒരു പ്രാതിനിധ്യം വേണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രങ്ങളിലൊക്കെ രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തി. എന്നിട്ട് തീരുമാനമെടുത്തതാണ് മഞ്ചേശ്വരത്ത് മാരാർ ജയിപ്പിക്കുക, മറ്റുള്ള ഇടങ്ങളിൽ BJPക്കാരുടെ വോട്ട്. കൗതുകരമായിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ ഈ ഫാഷിസത്തെക്കുറിച്ച്, അതാണ് RSSൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ഡിതോചിതമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ഡോക്ടർ MK മുനീർ, നമ്മുടെ CH മുഹമ്മദ് കോയയുടെ പുത്രൻ. സിദ്ധാന്തം വലിയ നിലക്ക് പറയും, പക്ഷെ പ്രയോഗത്തിൽ സിദ്ധാന്തത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ വിദഗ്ധനാണ് ഡോക്ടർ മുനീർ. ആ മുനീർ ഈ ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്. പുറത്തു വരാത്ത വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് BJPക്കകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം കേരളത്തിൽ RSSന് അവരുടെ ശാഖാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നില്ല, സീറ്റുകൾ കിട്ടുന്നില്ല. ഇത് RSSകാർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് RSSൻ്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള PP മുകുന്ദനെ BJPയുടെ സംഘടനാ സെക്രട്ടറിയാക്കി മാറ്റുന്ന ഒരു നിലപാട് 91 സ്വീകരിച്ചത്. ഈ മുകുന്ദൻ്റെ അടക്ക നേതൃത്വത്തിലാണ് ഈ രഹസ്യ കൂടിയാലോചനകളൊക്കെ നടന്നത്. എന്നിട്ടോ തെരഞ്ഞെടുപ്പിൽ മാരാർക്ക് ജയിക്കാനായി പരീക്ഷണം. അതിനെ തുടർന്ന് RSSനകത്തും വലിയ കുഴപ്പം, BJPക്കകത്ത് വലിയ കുഴപ്പം. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഈ RSSും BJPയും ഒക്കെ
ഇതര മതവിരോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ട് മുസ്ലിം വിരോധം. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ, മറ്റൊന്ന് ക്രിസ്ത്യാനികൾ. 3M ആണ്. 3M മാർക്സിസ്റ്റ്, അതുപോലെ തന്നെ മുസ്ലിംസ്, പിന്നെ മിഷണറിമാർ, ക്രിസ്തീയ മിഷണറിമാർ. 3M ആഭ്യന്തര ശത്രുക്കൾ. ഇത് പറഞ്ഞിട്ട് ശാഖയിൽ പഠിപ്പിക്കുക, എന്നിട്ട് കാക്കി ട്രൗസർ ഇട്ട് മാർച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? ഹിന്ദുവിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇതര മതത്തിനെതിരായിട്ടുള്ള വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് തന്നെ കൂട്ടുകെട്ടുണ്ടാക്കുക. ഇത് RSSകാർക്കും BJPക്കാർക്കും സഹിക്കാനായില്ല. മാത്രമല്ല സീറ്റ് പോയല്ലോ, സീറ്റ് കിട്ടിയില്ലല്ലോ, പരാജയം നേരിട്ടപ്പോൾ തമ്മിലുള്ള അടി. അങ്ങനെയാണ് ഈ അന്വേഷണ കമ്മീഷൻ. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു വാചകം കൗതുകരമായിട്ടുള്ളൊരു വാചകമാണ്. അതിൽ പറഞ്ഞു വെച്ചു, ഉപ്പിന് ഉപ്പ് രസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഫലം എന്നാണ്. ഉപ്പ്, മനസ്സിലായില്ലേ? ഉപ്പിന് ഉപ്പ് രസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഫലം? കാരണം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക, ഇതര മതവിരോധം പ്രചരിപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വർഗീയതയുടെ സങ്കുചിതത്വം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തിക്ക് എങ്ങനെയാണ് അതിൻ്റെ രസം നഷ്ടപ്പെട്ടത്, ആ ഗുണം നഷ്ടപ്പെട്ടത് എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ ചോദ്യം. ആ ചോദ്യത്തിന് ആർക്കും മറുപടി പറയാൻ പറ്റിയില്ല. അത്രമേൽ BJPക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി, ഭിന്നതകൾ രൂക്ഷമായി. പക്ഷേ ഈ നാട്ടിലെ കോൺഗ്രസും ലീഗും ചെയ്തിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടിനെ കുറിച്ചോ അതിനെ എതിർക്കാൻ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമായേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ വർഗീയതയെ പല നിലക്കും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, കോൺഗ്രസിന് നേതൃത്വമുള്ള UDF സ്വീകരിച്ചത്, ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് തുറന്നു പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള രോഷമാണ്. ആർക്ക്? മുസ്ലിം ലീഗുകാർക്ക്, അല്ലേ? മുസ്ലിം ലീഗുകാർക്ക് ഭയങ്കരമായിട്ടുള്ള രോഷമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ഇന്നലെ കേട്ടിട്ടുള്ള വാർത്ത എന്താണ്? പാലക്കാട് അവിടെ നല്ലേപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾ ഈ ക്രിസ്മസ് കരോൾ പാർട്ടി നടത്തുന്നു. നമ്മുടെ നാട്ടിൽ പലയിടത്തും ക്രിസ്ത്യാനികളില്ലാത്ത പ്രദേശങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനെ കെട്ടി ചെണ്ടവാദ്യത്തോടുകൂടി, വാദ്യമേളത്തോടുകൂടി ആളുകൾ ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ലോകത്തെമ്പാടും നടക്കുന്ന കാര്യമാണല്ലോ. അത് നമ്മുടെ നാട്ടിൽ നടത്തിക്കൂടാ. അവിടെ RSSൻ്റെ പോഷക സംഘടനയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെടുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, അധ്യാപകന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, അധ്യാപികമാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുക. ഇവിടെ മാത്രമല്ല, ഹരിപ്പാടും ഉണ്ടായി, ആലപ്പുഴ ജില്ലയിൽ. ഇതാണ് വർത്തമാനകാല പ്രശ്നം. അപ്പോൾ വർഗീയമായിട്ട് വിഭജനം നടത്തുക മാത്രമല്ല, വർഗീയമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കാൻ ആരെയുള്ളൂ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ DYFI സഖാക്കൾ. അവർ ഈ ഭീഷണി വന്നപ്പോൾ ഈ നല്ലേപ്പള്ളിയിൽ അവിടെ DYFIക്കാർ ക്രിസ്മസ് ആഘോഷം നടത്തി. അപ്പോൾ ഇങ്ങനെയാണ് ചെറുത്തുനിൽപ്പ് നടക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രതിരോധം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെപ്പറ്റി സ്വാഭാവികമായിട്ടും വിമർശനം വരുമല്ലോ. ആ വിമർശിക്കുമ്പോൾ എന്താ ലീഗുകാർ പ്രചരിപ്പിക്കുന്നത്? ലീഗുകാർ മാത്രമല്ല, അവരുടെ ആത്മീയ ആചാര്യന്മാർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പ്രയോഗിച്ച വാക്ക് RSS BJP എന്നാണ്. BJP എന്നത് വെറും മുഖം മൂടി മാത്രമാണ്. യഥാർത്ഥ മുഖം RSSൻ്റെതാണ്. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയും RSS BJP. ഇപ്പുറത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷെ അവർക്ക് ആദർശമില്ല, രാഷ്ട്രീയ കച്ചവടമാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ജോലി. പക്ഷെ സമീപകാലത്ത് കാണുന്ന പ്രവണത ഈ ലീഗ് വലിയ തോതിൽ ജമാഅത്ത് വൽക്കരിക്കപ്പെടുന്നു എന്നതാണ്. വർഗീയവൽക്കരിക്കപ്പെടുകയാണ് കൂടുതലായിട്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുസ്ലിം സമൂഹത്തിൽ വലിയ ഭിന്നത, എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ കൂടുതൽ യോജിപ്പ് വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് RSS ഹിന്ദു ഏകീകരണ മുദ്രാവാക്യം ഉയർത്തിയിട്ട് BJPക്ക് വോട്ട് നേടാൻ ശ്രമിക്കുന്നു. അതിന് ബദൽ ഇപ്പുറത്ത് സൃഷ്ടിക്കുന്നു മുസ്ലിം ഏകീകരണം. BJP എന്താ പ്രചരിപ്പിക്കുന്നത് ഈ കേരളത്തിൽ? BJP പ്രചരിപ്പിക്കുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നാണ്. മനസ്സിലായത്? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. ആരായി നായാടി? നമ്മുടെ സമൂഹത്തിൽ ഈ നായാടി ആരായിരുന്നു? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പാലക്കാട് വന്നപ്പോൾ മഹാത്മാഗാന്ധി 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഒരു തവണ പാലക്കാട് വന്നപ്പോൾ പുലർച്ചെ ഒരു ദയനീയമായിട്ടുള്ള ശബ്ദം കേട്ടു. കൂടെയുള്ള മദ്രാസിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പോൾ
രാജാജി പറഞ്ഞു അത് നായാടി ഭിക്ഷ യാചിക്കുന്ന ശബ്ദമാണ്. നായാടിക്ക് ഭിക്ഷ യാചിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റ് മനുഷ്യൻ്റെ മുമ്പിൽ പോയി ഭിക്ഷ യാചിക്കാൻ പറ്റില്ല. അന്നത്തെ ജാത്യാതമനുസരിച്ച് ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും കണ്ടാൽ പോലും ദോഷമുള്ള വിഭാഗമാണ് നായാടി. ഇപ്പൊ BJP-ക്കാർ ഈ ചരിത്രത്തെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം, ഹിന്ദു ഏകീകരണം. അപ്പൊ നായാടിക്ക് അഭിമാനബോധം തോന്നുക. തൻ്റെ പൂർവ്വകാല ആളുകൾ, പിതാമഹന്മാരായിട്ടുള്ള ആളുകൾ, അവര് മരത്തിൻ്റെ പിന്നിലിരുന്ന് മറ്റാളുകൾ കാണാതെ ഭിക്ഷയാചിക്കുന്നു. അതായിരുന്നു പഴയ നായാടിയുടെ ചരിത്രം. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അതൊന്നും ഉയർന്ന ജാതിക്കാരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തീണ്ടാപ്പാട് അകലം നിൽക്കണം. അകലം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അശുദ്ധമാകും, അയിത്തമാകും. ഇങ്ങനെയുള്ള ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് മഹാത്മാഗാന്ധിയുടെ പാലക്കാട്ടെ അനുഭവം. ആ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണമെന്ന് BJP പറഞ്ഞപ്പോൾ ഇന്ന് നായാടിയും നമ്പൂതിരിയും അടുത്തടുത്തിരിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ കേരളത്തിൽ വന്നു. എങ്ങനെ? നവോത്ഥാന പ്രസ്ഥാനങ്ങളും തുടർന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. ഇതാണ് ജാതീയമായിട്ടുള്ള വിഭജനം നടത്തിയിരുന്ന ജാതീയമായിട്ടുള്ള വിവേചനം നിലനിന്നിട്ടുള്ള കേരളത്തിൽ ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം, ജാതിക്കതീതമായിട്ടുള്ള വർഗബോധം ഈ കേരളത്തിൽ ശക്തിപ്പെട്ടല്ലോ. തൊഴിലാളി പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. കർഷക പ്രസ്ഥാനത്തിൽ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. അപ്പോൾ ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ഐക്യത്തിൽ നിന്ന് ജാതിക്കതീതമായിട്ടുള്ള വർഗ ഐക്യത്തിലേക്ക് കേരളം മാറി. ഇപ്പോൾ 100 കൊല്ലം മുമ്പേ വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരെ ഒന്നിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ജാതികളിലും മതത്തിലും പെട്ട ആളുകൾ ഒന്നിക്കുന്നു. അപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അപ്പോൾ അടിമ ജീവിതം നയിച്ചിട്ടുള്ള നായാടിക്കും അഭിമാനബോധം, ഞാൻ ഹിന്ദു ആയിട്ട് വളർന്നിരിക്കുന്നു എന്ന തോന്നൽ, തെറ്റായ തോന്നൽ ഉണ്ടാവുക. നായാടിമുക്ക് മാത്രമല്ല എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഉണ്ടാകുക. അപ്പോൾ നമ്പൂതിരി വരെ ഒരു ഹിന്ദു ഐക്യം, ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ നിലക്ക് നമ്മുടെ പാരമ്പര്യത്തിലെ നന്മയെ തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ പാരമ്പര്യമുണ്ട്, കേരളീയമായിട്ടുള്ളൊരു പാരമ്പര്യം. ഇന്ത്യയിൽ മറ്റു പലയിടത്തും ഇല്ലാത്ത നിലക്ക് ജാതിക്കതീതമായിട്ട്, മതത്തിനതീതമായിട്ട് സാമൂഹ്യബോധവും വർഗബോധവും ശക്തിപ്പെട്ട ഈ കേരളത്തിൽ സങ്കുചിത വികാരമുണ്ടാക്കുക, സ്വത്ത് ബോധമുണ്ടാക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി സ്വത്ത് രാഷ്ട്രീയം ഉണ്ടാക്കുക, ഇതിനുവേണ്ടി സമുദായ സംഘടനകളെ ഉപയോഗിക്കുക. ഇതിനാണ് കേരളത്തിൽ RSS സംഘപരിവാരം ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മൈസൂരിൽ പോയി പ്രസംഗിച്ചത് നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണമെന്നാണ്. മനസ്സിലായില്ലേ? BJP-യുടെ അജണ്ടയാണ് നായാടി മുതൽ നസ്രാണി വരെ. നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അതിന് കൂട്ടിച്ചേർക്കുക, നസ്രാണി വരെ യോജിക്കണം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്താ പറയുന്നത്? ലോകത്തിലെമ്പാടുമുള്ള പാവപ്പെട്ടവൻ, തൊഴിലാളി, കൃഷിക്കാരൻ, കഷ്ടതയനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഒന്നിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. ഇന്ത്യയിലും കേരളത്തിലും ആ നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഭിന്നതയുടെ ശക്തികൾ, ഭിന്നിപ്പിക്കലിൻ്റെ ശക്തികൾ സമൂഹത്തിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനങ്ങൾ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. മറ്റുള്ള പാർട്ടികൾ എന്താ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കണം എന്ന സമീപനത്തിലേക്ക് അവർ വരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായിട്ടുള്ള തത്വമുണ്ട്, കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇവിടെ സമകാലീന ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതായത് CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് വിജയരാഘവൻ, ആ വിജയരാഘവൻ്റെ പ്രസംഗം 1 മണിക്കൂറിലധികം നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗമാണ്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം നാനാവശങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചു. അതിനകത്ത് രാജ്യത്ത് മുഖ്യമായിട്ടുള്ള വിപത്തായിട്ടുള്ള RSS BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ശ്രമങ്ങൾ, ഭിന്നിപ്പിക്കലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു വാചകത്തിൽ പറഞ്ഞു, രാജ്യത്ത് ഈ വർഗീയ വിഭജനം നടത്തുന്ന സംഘപരിവാർ ശക്തികൾ ആദ്യം ഒരു പള്ളി ലക്ഷ്യം വെച്ചു, അല്ലേ? രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം, അത് കോടതിയിലെ വ്യവഹാരമായിരുന്നു, കോടതിയിലെ കേസ് കെട്ടായിരുന്നു. അത് രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റി വർഗീയ ശക്തികൾ. അതിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയെല്ലാം വലിയ നിലക്ക് വിഭജനം നടത്തിയിട്ടുള്ള ഈ നാട്ടിൽ സംഘപരിവാർ ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഹിന്ദു വർഗീയ വികാരം രാജ്യത്തുടനീളം ഉണ്ടാക്കിയത്, ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ വിജയരാഘവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ആദ്യം ഒരു പള്ളി, പിന്നെ 3 പള്ളി, പിന്നെ 30 പള്ളികൾ, പിന്നെ 30,000 പള്ളി. സംഘപരിവാറിന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആദ്യം. എന്ന് മാത്രമല്ല, മൂന്നാമതും മോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ്
വഖഫ് നിയമം ഭേദഗതിപ്പെടുത്താൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതും സഖാവ് വിജയരാഘവൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഈ വർഗീയ വിപത്തിനെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കണം, എങ്കിലേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. അതിനെന്ത് വേണം? എല്ലാ വർഗീയ ശക്തികളെയും എതിർക്കണം. അപ്പോഴാണ് ചിലർക്ക് പൊള്ളലേൽക്കുന്നത്. ഹിന്ദുത്വ തീവ്രവാദം അത് ആപത്താണ്. CPM-നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അക്കാര്യത്തിൽ. ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാജ്യത്തിലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ഹിന്ദുത്വ തീവ്രവാദമാണ്, യാതൊരു സംശയമില്ല. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും. CPM പരിപാടിയിൽ എഴുതി വെച്ചതാണ്. മൂന്നാമതായിട്ടൊരു കാര്യം പറഞ്ഞു, ഇന്നത്തെ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ, ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണം മുഖ്യമായിട്ടുള്ള ഘടകമാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹിന്ദുത്വ തീവ്രവാദമാണ് രാജ്യത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിപത്ത്. രണ്ടാമത്, ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത്, രാജ്യത്തിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അവിടെ പ്രസംഗിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വർഗീയ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. അവർ വയനാട്ടിൽ മത്സരിക്കുന്നു. നേരത്തെ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. 2 കൂട്ടരും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. ആ ഭൂരിപക്ഷത്തിൽ വർഗീയ ഘടകങ്ങൾ കൂടിയുണ്ട്, മുസ്ലിം വർഗീയ ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന് സഖാവ് വിജയരാഘവൻ പറഞ്ഞതിനെ പിടിച്ചിട്ട് അത് മാത്രം ചർച്ച ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുക. ഇതിന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുറത്തു വന്നല്ലോ. അപ്പോൾ ഇത് CPM-ന് എന്തോ പുതിയ ബോധോദയം വന്നിരിക്കുകയാണ്, ആ പഴയ നിലപാടിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയരാഘവന്റെ വയനാട് പ്രസംഗം എന്ന വ്യാഖ്യാനമാണ് ചില മാധ്യമങ്ങളൊക്കെ നടത്തുന്നത്. CPM-ന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ CPM-ന്റെ നയങ്ങളും നിലപാടും മൂർത്തമായ വർത്തമാനകാല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്, ഇപ്പോഴും സ്വീകരിക്കുന്നത്. വർത്തമാനകാല പ്രശ്നങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താ? നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. ആ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ്? അത് ഇടതുപക്ഷം തോറ്റത് മാത്രമല്ല, പിന്നെയോ 20 സീറ്റിൽ 18 സീറ്റും UDF ജയിച്ചു. 1 സീറ്റ് തൃശ്ശൂർ സീറ്റിൽ ആരാ ജയിച്ചത്? BJP. ചരിത്രത്തിലാദ്യമായി RSS BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് നേടാനായത് ഒരു അപായ സൂചനയായി കണക്കാക്കുന്നു CPIM. കണക്കാക്കണ്ടേ? CPM അനുഭാവികളോട് മാത്രമല്ല ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിട്ടുള്ള, ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഈ രാജ്യത്തിലെ ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഈ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഒരു സീറ്റ് നേടുന്നു. ചെറിയ കാര്യമാണോ? അല്ല, ആപത്ത് സൂചനയാണ്, അപായ സൂചനയാണ്. CPI അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ അപായ സൂചനയിലേക്ക് CPIM എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാഹചര്യം എന്താണ് പാർട്ടി പരിശോധിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി, അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. UDF-ന് എല്ലാ 18 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു, അതും ഞങ്ങൾ അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗമുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ട് RSS BJP കേരളത്തിൽ നിന്ന് അടിവരയിടിയാണ്, കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നേടാനായിരിക്കുന്നു. ചെറിയ ആപത്താത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ, CPM വിരുദ്ധന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ പല മേഖലകളും ഭൂരിപക്ഷ വർഗീയ ശക്തികൾക്ക് കീഴടങ്ങിയപ്പോൾ, കോൺഗ്രസ് മുട്ടുമടക്കിയപ്പോൾ, അടിയറവ് പറഞ്ഞപ്പോൾ ഈ വർഗീയ ശക്തികളെ ചെറുത്തുനിന്ന നാടാണ് കേരളം. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടിയാണ് CPIM. എന്താ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ? ഇപ്പോഴുള്ള മാത്രമല്ല, നേരത്തെയുള്ള അവസ്ഥ എന്താണ്? ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലുക, അല്ലേ? ബീഫിൻ്റെ പേരിൽ ആളെ കൊല്ലുക, പിന്നെയോ പേരുകളുടെ പേരിൽ ആളെ കൊല്ലുക. ഇപ്പോൾ UP-യിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലർ എന്താണ്? തീർത്ഥാടകന്മാർ പോകുന്ന വഴിയിലെ കച്ചവടക്കാർ ഓരോരുത്തരും ആ ഉടമസ്ഥന്മാരുടെ പേരുകൾ എഴുതി വെക്കണം, അല്ലേ? ഇതാണ് UP-യിലെ സർക്കുലർ. ഈ സാഹചര്യത്തിൽ ഈ കേരളം കഴിഞ്ഞ കാലത്ത് ഒരു സംരക്ഷിത തുരുത്തായിരുന്നു എന്ന കാര്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് CPIM ആഗ്രഹിച്ചത്. ഇതൊരു സംരക്ഷിത തുരുത്താണ്. ഇവിടെ മറ്റുള്ളിടങ്ങളിൽ പോലെ RSS BJPക്ക് അവരുദ്ദേശിച്ച നിലയിലുള്ള സ്വാധീനം നേടാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥായിയായിട്ടുള്ള MLA സ്ഥാനം കിട്ടിയിട്ടില്ല, സ്ഥായിയായിട്ടുള്ള MP സ്ഥാനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു MP സ്ഥാനം കിട്ടിയിരിക്കുന്നു. ഇതൊരു അപായ സൂചനയാണ്. ഇവിടെ CPM വിരുദ്ധന്മാർ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും ഒക്കെ പറയുന്നത് CPM-ന് ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമോഫോബിയ നോക്കണം. രാജ്യത്ത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തൽ നടപടികൾ, ആക്രമങ്ങളൊക്കെ നടത്തുന്നതും രാജ്യത്തിലെ സംഘപരിവാർ ശക്തികളാണ്.
അതിനെപ്പറ്റി പറയാൻ ധൈര്യമില്ല ഇവർക്ക്. CPM ഇസ്ലാമോഫോബിയവാദി മുസ്ലിം വിരുദ്ധ നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അല്ല, CPM വർത്തമാനകാല പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. വന്നിട്ടുള്ള മാറ്റങ്ങളിലെ സൂചനകൾ കൃത്യമായി തിരിച്ചറിയാൻ CPM ആയിട്ടുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ നോക്കൂ, ഹിന്ദു ഏകീകരണം അപ്പുറത്ത് പറഞ്ഞിട്ട് കുറച്ച് വോട്ട് നേടി, അതിൻ്റെ അപ്പുറത്ത് പോകണമല്ലോ. അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം. ഇപ്പുറത്തോ മുസ്ലിം ഏകീകരണം. ആരാ അതിൻ്റെ തലപ്പത്ത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്താ പ്രസംഗം? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് മുസ്ലിം തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നത് ആവശ്യമാണോ എന്ന് ഈ നാട്ടിലെ മുസ്ലിം ലീഗിലെ സാധാരണക്കാർ ചിന്തിക്കണം. അതാ CPIM പറഞ്ഞത്, അതാ വിജയരാഘവൻ പറഞ്ഞത്. വർഗീയ ഘടകങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് തെറ്റാവുക? ഇവിടെ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്താ അവരുടെ ലക്ഷ്യം? മൗദൂദിയുടെ ആശയങ്ങൾ പ്രഖ്യാപിക്കുന്ന, ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയിൽ മാത്രമാണോ സുഹൃത്തുക്കളെ ജമാഅത്തെ ഇസ്ലാമി? മൗദൂദിയുടെ പ്രസ്ഥാനം പാകിസ്ഥാനിൽ, മൗദൂദിയുടെ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ, മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം എവിടെ? ജമ്മു കാശ്മീരിൽ. ജമ്മു കാശ്മീരിൽ വേറെ ഇന്ത്യയിലെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു, നമ്മളറിയില്ല. പക്ഷെ എല്ലാം മൗദൂദിയുടെ ആശയങ്ങളാണ്. എന്താ മൗദൂദിയുടെ കാഴ്ചപ്പാട്? ഹുക്കുമത്തെ ഇലാഹി, ദൈവീക ഭരണം സ്ഥാപിക്കലാണ്. മനസ്സിലായില്ലേ? മതരാഷ്ട്രം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് തന്നെയാണല്ലോ RSSും പറയുന്നത്. ഇതാ ഇപ്പോൾ 2025, ഇനിയിപ്പോൾ ഇത് ഡിസംബർ മാസമാണല്ലോ, ജനുവരി പിറക്കുമ്പോഴേക്ക് തുടങ്ങും അവർ. RSS രൂപീകരിച്ചിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ശതാബ്ദി വർഷത്തിൽ RSSന്റെ ലക്ഷ്യം ഞങ്ങൾ പ്രാവർത്തികമാക്കും. ഹിന്ദു രാഷ്ട്രം, മതരാഷ്ട്രം അത് സ്ഥാപിക്കുമ്പോൾ രാജ്യത്തിലെ എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഒന്നിച്ചുകൊണ്ട് മതരാഷ്ട്രത്തെ എതിർക്കുകയാണ് ആവശ്യം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ സങ്കല്പനങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രശില്പികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മതനിരപേക്ഷതയെ നമുക്ക് സംരക്ഷിക്കണം. അതിനെന്താ വേണ്ടത്? എല്ലാ വർഗീയതയും എതിർക്കണം. പക്ഷെ കേരളത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള ചില പ്രവണതകൾ സമീപകാലത്ത് വരുന്നു. അത് മുസ്ലിം ഏകീകരണം എന്നുള്ള ലീഗിൻ്റെ മുദ്രാവാക്യമാണ്. ലീഗ് തന്നെ ജമാഅത്തവൽക്കരിക്കപ്പെടുകയാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ശക്തിയാണെന്നൊന്നും CPIM പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഭിന്നത ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ എവിടെ പോയി? കാശിക്ക് പോയോ? ഞാൻ ലീഗുകാരോട് ചോദിക്കുകയാണ്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഭിന്നതയുടെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് കാരണം? 2010, 14 കൊല്ലം മുമ്പാണല്ലോ, തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷയുടെ കൈവെട്ടി. എന്തിനാ കൈവെട്ടിയത്? കൈവെട്ടിയത് ജോസഫ് മാഷ് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നബി തിരുമേനിയെ ആക്ഷേപിക്കുന്ന ഭാഗമുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മതനിന്ദ നടത്തി. ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയിട്ടുള്ള ആളുകളാരാണ്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരുടെ പത്രം മാധ്യമം ജോസഫ് മാഷ് ചെയ്തിട്ടുള്ളത് മതനിന്ദയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഒരു മതവികാരം ഉണ്ടാക്കുന്നതിന് മാധ്യമം പത്രമാണ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. കൈവെട്ട് സംഭവം നടന്നു. ഈ കൈവെട്ട് സംഭവത്തെ തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് അവരാണല്ലോ അക്രമം നടത്തിയത്, അതിനെതിരായിട്ടും വലിയ വികാരം ഉയർന്നു വന്നപ്പോൾ ആ വികാരം മനസ്സിലാക്കാൻ അന്നത്തെ ലീഗ് നേതൃത്വം തയ്യാറായി. എന്നിട്ടോ അവർ കോട്ടക്കലിൽ മതസംഘടനാ യോഗങ്ങൾ വിളിച്ചു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ സംഘടനയുണ്ട്, മതസംഘടന, അതിനെയും ഒഴിവാക്കി മറ്റ് സംഘടനകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചു. ഇത് വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചൊടിച്ചല്ലോ അല്ലേ? ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ചന്ദ്രിക പത്രത്തിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ബ്യൂറോ ചീഫ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ തലക്കെട്ടതാണ് ഈ പുസ്തക രൂപത്തിൽ വന്നു. അത് എന്താ പുസ്തകത്തിൻ്റെ തലക്കെട്ട്? ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. മനസ്സിലായില്ലേ? പരിഹസിച്ചിട്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയെ പരിഹസിച്ചിട്ട് ചന്ദ്രിക പത്രത്തിൽ ലേഖനം, അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. അതൊക്കെ എവിടെ പോയി? ലീഗുകാരെ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതസംഘടനയെയും ഒഴിവാക്കിക്കൊണ്ട് കോട്ടക്കലിൽ ലീഗ് മതസംഘടനാ യോഗങ്ങൾ വിളിച്ചു. ജോസഫ് മാഷയുടെ കൈവെട്ടിയ പശ്ചാത്തലം വെച്ചുകൊണ്ട് ശക്തമായി പ്രതികരിച്ചല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കാർ. മാധ്യമ പത്രത്തിലൂടെ അതിന് മറുപടി എഴുതി. തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം ഇതാണ്. തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം ആയുർവേദ ചികിത്സയുടെ കേന്ദ്രമാണല്ലോ കോട്ടക്കൽ. അപ്പോൾ കൈപ്പുള്ള കഷായം ലീഗുകാർ കാച്ചുന്നു. ഇതാണ് ആക്ഷേപം. ജമാഅത്തെ ഇസ്ലാമിക്കാർ ലീഗുകാരോടുള്ള വിരോധവും മാറ്റി, ജമാഅത്തെ ഇസ്ലാമിക്കാർ ലീഗുകാരോടുള്ള വിരോധം മാറ്റിയ മാത്രമല്ല, ലീഗുകാർ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധവും മാറ്റി. ഇപ്പം എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്?
ലീഗ് തന്നെ ജമാഅത്തെ വൽക്കരിക്കപ്പെടുന്നു എന്നതാണ്. ആ ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയ. അക്രമങ്ങൾ നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കാൻ യാതൊരു മടിയുമില്ലല്ലോ ഇവർക്ക്. ഈ കേരളത്തില് ചുരുക്കം ചില ആളുകളെ ISIS റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? മതരാഷ്ട്രം അല്ലേ? ഇവിടെ ജീവിക്കാൻ പറ്റൂല, പിന്നെയോ സിറിയയിൽ പോയിട്ട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താലോ ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇതാ മതഭ്രാന്ത് എന്ന് പറയുന്നത്. മതവിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ആ മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്ന ഈ നാട്ടിലെ വർഗീയ ശക്തികളുമായിട്ട്, വർഗീയ ഘടകങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഐക്യപ്പെടുന്നു. ആ വിമർശനം വരുമ്പോൾ ലീഗുകാർ പ്രതിരോധവുമായിട്ട് പുറപ്പെടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെവിയിൽ ഓതിക്കൊടുക്കുക ലീഗുകാർക്ക്. ഇത് CPIM ഇപ്പോൾ ഒരു പുതിയ നയവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള സമീപനമാണ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ. ലോകത്ത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത് സാമ്രാജ്യത്വമാണ്. ലീഗുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സഖാവ് ഷിനാസ് അക്കാര്യത്തിലൊക്കെ ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അതേക്കുറിച്ച് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആരാണ്? സംഘപരിവാറാണ്. കമ്മ്യൂണിസ്റ്റുകാരാണോ? ഞാൻ ചോദിക്കുന്നത് CPM-ന്റെ ആളുകളാണോ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാം വിരുദ്ധത CPIM ഏതെങ്കിലും കാലത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ വർഗീയതയും എതിർക്കുന്നുണ്ട്, എങ്കിലേ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോൾ ഭരണത്തിലാണ് അല്ലേ? സഖാവ് പിണറായി വിജയന്റെ ഭരണം. ഏതെങ്കിലും മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു ഈ ഭരണം എന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താനാവും. നിങ്ങൾ ചില പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്, വഖഫ് സംരക്ഷണ റാലി അല്ലേ? അതിൻ്റെ ചരിത്രം പറയാനും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? വഖഫ് സംരക്ഷണ റാലി എന്തിനു വേണ്ടിയിട്ടാണ് ലീഗുകാരെ നിങ്ങൾ വഖഫ് സംരക്ഷണ റാലി നടത്തിയത്? വഖഫ് ബോർഡിലെ ചില നിയമന പ്രശ്നങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് വഖഫ് സംരക്ഷണ റാലി. ഇപ്പം എന്താ മോദി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സ്വീകരിക്കുന്ന സമീപനം വഖഫ് തന്നെ ഇല്ലാതാക്കാനാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് അവരുടെ മതപരമായിട്ടുള്ള ധർമ്മമാണ് അല്ലേ? ധനാഢ്യന്മാരെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവന് കൊടുക്കുക, അതാ മതം അനുശാസിക്കുന്ന ധർമ്മം. അതുപോലെ പരമ്പരാഗതമായിട്ട് ആർജിച്ച സ്വത്തോ അല്ലെങ്കിൽ ജീവിതകാലത്ത് ആർജിച്ച സ്വത്തോ സമുദായത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന സംവിധാനമാണ് വഖഫ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 30 പേജാണ് വഖഫിനെ കുറിച്ച് എഴുതാൻ കമ്മീഷൻ തയ്യാറായത്. ഇന്ത്യയിലുടനീളം കണ്ണായ സ്ഥലത്തുള്ള വഖഫ് സ്വത്താകെ അന്യാധീനപ്പെട്ടിരിക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും വിശദമായി കടന്നു പോകുന്നില്ല. കേരളത്തിലും വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണോ ലീഗുകാരെ നിങ്ങൾ സമരം നടത്തിയത്? ആണോ? വഖഫ് ബോർഡിന്റെ നിയമനം, ചില നിയമനം എന്ന് പറഞ്ഞാൽ 50-ൽ താഴെ വരുന്ന നിയമനങ്ങൾ സുതാര്യമായിട്ട് നടക്കണം. പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടപ്പോൾ ലീഗുകാർ എതിർത്തു. ഞങ്ങളതിനെ അനുകൂലിക്കുന്നില്ല, കാരണം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വഖഫ് ബോർഡിൽ ഉദ്യോഗം കൈയാടി ഈ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്ത് കളയും. സഖാവ് പിണറായി മതസംഘടനാ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഒരു ഉദ്ദേശമില്ല, സുതാര്യമായിട്ട് നിയമനം നടക്കണം, കൈക്കൂലി വാങ്ങുക, എന്നിട്ട് നിയമനം നടത്തുക, എന്നിട്ട് ഇസ്ലാമിൻ്റെ പേര് പറയുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് സുതാര്യമായിട്ട് നിയമനം നടത്തണം എന്നുള്ള ഒറ്റ കാര്യമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിയമനം നടത്തുന്നതിൻ്റെ രീതിയുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, അതാവാം. തീർന്നല്ലോ. ലീഗുകാരെന്താ ചെയ്തത്? എളിഭ്യരായി. എന്തായിരുന്നു അവരുടെ പരിപാടി? അവരുടെ പരിപാടി എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗത്തിന് ശേഷം പിണറായിക്കെതിരായിട്ട് പ്രസംഗിക്കുക അല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, കേരളത്തിലെ LDF ഗവൺമെന്റിനായിട്ട് പ്രസംഗിക്കുക. ഇതായിരുന്നു പരിപാടി. ഒളിഞ്ഞുപോയി. കാന്തപുരം AP അതുപോലെ ജിഫ്രി തങ്ങളുമൊക്കെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് നിയമനം അമുസ്ലിങ്ങൾക്ക് കിട്ടുന്നത് ഒഴിവാക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു കാര്യവും ഞങ്ങൾക്കില്ല. പള്ളികളിൽ വെള്ളിയാഴ്ച സർക്കാർ വിരുദ്ധ പ്രസംഗം നടത്തൽ ഞങ്ങളുടെ ഉദ്ദേശമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിൻവലിഞ്ഞപ്പോൾ ലീഗുകാർ എളിഭ്യരായി അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മോദി സർക്കാർ ഈ വഖഫ് നിയമം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലോ. നിങ്ങൾ എന്താ വഖഫ് സംരക്ഷണ റാലി നടത്താത്തത്? ജമാഅത്തെ ഇസ്ലാമിക്കാരോടും ലീഗുകാരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങണ്ടേ തെരുവിൽ? കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് വഖഫ് സംരക്ഷണ റാലിയിൽ ഘോരഘോരം പ്രസംഗിച്ചില്ലേ ലീഗ് നേതാക്കന്മാർ? അന്ന് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു അല്ലേ? ചെത്തുകാരൻ കോരന്റെ മോന് സ്ത്രീധനം കിട്ടിയ നാടല്ല കേരളം എന്ന് അവിടെ മുദ്രാവാക്യം മുഴക്കിയല്ലോ ലീഗുകാർ. നിങ്ങൾ എന്താ മോദിക്കെതിരായിട്ട് ഇപ്പം മുദ്രാവാക്യം മുഴക്കാത്തത്? മോദിനെ പേടിയാ. CPM-ന് എന്തും പറയാം അല്ലേ? ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നു. ഞാനിവിടെ ഈ ചിന്താശീലരായിട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായതെല്ലാം ആര് ഭരിക്കുന്ന കാലത്താണ്? 8.5 വർഷക്കാലം ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടത്തുകയാണ്. മതനിരപേക്ഷതക്ക് തടസ്സം നിൽക്കുന്ന ശക്തികൾ ഇവിടെയുണ്ട്. പക്ഷെ ഒറ്റ ശക്തിയെയും തല ഉയർത്താൻ അനുവദിച്ചില്ല പിണറായി സർക്കാർ. ഉണ്ടോ? തല ഉയർത്താൻ വിട്ടിട്ടില്ല. RSS ഇവിടെയുണ്ട്.
പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം നടത്തിക്കൊള്ളൂ. അക്രമം നടത്തിയാൽ കർശനമായിട്ട് നേരിടും. ഈ 8.5 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടായോ സുഹൃത്തുക്കളെ? എത്ര സമുദായ സൗഹാർദ്ദമുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും കൊലപാതകങ്ങൾ അടക്കം നടക്കുന്ന അവസരത്തിൽ കേരളത്തിൽ ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഭരിക്കുന്നത് CPI, ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. എന്നാൽ നിങ്ങളുടെ ഭരണകാലത്തോ ന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലീഗിനെ കെട്ടിപ്പിടിച്ച് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ച് ലീഗ്, അല്ലേ? തലശ്ശേരി വർഗീയ കലാപം 1971 ഡിസംബർ മാസം അവസാനത്തിൽ നടന്നപ്പോൾ കേരളത്തിൽ ആരാ ഭരിച്ചത്? കോൺഗ്രസും ലീഗും, അല്ലേ? 1992 തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറയിൽ കലാപം, വർഗീയ കലാപം. ഒരു ഭാഗത്ത് RSS, ഇപ്പുറത്ത് ISS. അന്നാരാ ഭരിച്ചത്? കോൺഗ്രസും ലീഗും, അല്ലേ? എവിടെ പോയി ന്യൂനപക്ഷ സംരക്ഷണ താല്പര്യം? മാറാട്, അല്ലേ? മാറാട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നീറുന്ന ഒരു ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. ഇതാ ഒരു ഡിസംബർ അവസാനത്തെ ദിവസം, പുതുവർഷ പുലരി വരാൻ വേണ്ടി പോകുന്നു. ഒരു വട്ടം കടപ്പുറത്ത് 5 ആളെയാ കൊന്നു തള്ളിയത്, അല്ലേ? ഒരു ഭാഗത്ത് RSS, ഇപ്പുറത്ത് ലീഗും NDF. 5 ആളെ കൊന്നു. അതിന് പ്രതികാരം ചെയ്യാൻ NDF-കാരിറങ്ങി. ചില്ലറ മാസങ്ങൾക്ക് ശേഷം അതേ കടപ്പുറത്ത് കാറ്റുകൊള്ളിരിക്കുന്ന ചെറുപ്പക്കാർക്ക് നേരെ വാൾ വീശി. എത്രയാളാ കൊല്ലപ്പെട്ടത്? 9 ആൾ. ആരാ കേരളം ഭരിക്കുന്നത്? ആദർശധീരനായിട്ട് AK ആന്റണി. കൂടെ ഭരിച്ചതാരാണ്? കുഞ്ഞാലിക്കുട്ടി, അല്ലേ? ഈ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷ കൊടുക്കാൻ കഴിയാത്ത, മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണകാലം എന്ന് പറയുന്നതെല്ലാം UDF-ന്റെ ഭരണകാലമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കാലത്തല്ല. അതുകൊണ്ട് CPM-കാർ ഇസ്ലാമോഫോബിയുടെ ആളുകളാണ് എന്നൊക്കെ പറയുന്ന അവസരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിയും എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇനിയും ഡോക്ടർ അനിൽ ചേലമ്പ്രയും അതുപോലെ തന്നെ ഷിനാസും സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ വർത്തമാന കേരളത്തിൽ എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളം ഒരു സംരക്ഷിത തുരുത്താണ്. ആ തുരുത്ത് എങ്ങനെയാണ് ഇതേപോലെ നിലനിൽക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ ബലിയർപ്പിച്ചും പോരാടിയതിൻ്റെ ഫലമായിട്ടാണ്. ആശയപരമായിട്ടുള്ള നല്ല എതിർപ്പ് എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി നടത്തുക. അതേസമയം CPM-നെ കടന്നാക്രമിച്ച് RSS-ന് കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള എല്ലാ അക്രമ പദ്ധതികളെയും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക. ആ പാർട്ടിയാണ് CPIM. അതിനെതിരായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഇപ്പോൾ പറയുന്നത് CPIM ഒരു പുതിയ സമീപനം ന്യൂനപക്ഷങ്ങളോട് സ്വീകരിച്ചിരിക്കുന്നു, ഇസ്ലാമോഫോബിയ. മനസ്സിലായില്ലേ? CPM-ന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലാകെ 14 ജില്ലകൾ, അതിൽ വയനാട് ഒഴികെ മലപ്പുറം ഉൾപ്പെടെ 13 ജില്ലകളിലും RSS-ന്റെ കൊലക്കത്തിക്കിരിയായി രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളുടെ എണ്ണം എത്രയാണെന്നറിയോ? 218 പേർ. ഇതാണ്. ഇന്ത്യയിൽ മറ്റു പലയിടത്തും മുസ്ലിം വിരുദ്ധ വേട്ട, ക്രിസ്ത്യൻ വിരുദ്ധ വേട്ട, കേരളത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. CPM-ന്റെ 218 സഖാക്കളാണ് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ജീവാർപ്പണം ചെയ്തത്. എന്തിനു വേണ്ടി? മതനിരപേക്ഷത സംരക്ഷിക്കാൻ. ആ പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ആ പാർട്ടിയെ ഓലപ്പാമ്പ് കെട്ടി പേടിപ്പിക്കുക. വിജയരാഘവൻ ന്യൂനപക്ഷ വിരോധം പ്രസംഗിച്ചിരിക്കുന്നു എന്നതാണ്. വിജയരാഘവന്റെ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം. ആർക്കും ഒന്നും തെറ്റു പറയാനാവില്ല. അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ എല്ലാ വർഗീയതയും എതിർക്കണം. ഹിന്ദുത്വ തീവ്രവാദമാണ് ഏറ്റവും വലിയ വിപത്ത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള തീവ്രവാദ ശക്തികളുമുണ്ട്, അതിനെയും എതിർക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഈ 2019 ശേഷം നടക്കുന്ന ചില സംഘടനകളുടെ പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ പേരാണ് കാസ, ക്രിസ്ത്യൻ അസോസിയേഷൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. ഇതാണ് അതിൻ്റെ കാസയുടെ പൂർണ്ണ രൂപം. അവർ നല്ലോണം മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഇത് സംഘപരിവാർ പദ്ധതിയാണ്. അപ്പം മോദി ഡൽഹിയിലെ ക്രിസ്തീയ ദേവാലയം സന്ദർശിക്കുന്നു. ഇവിടെ കേരളത്തിലെ BJP-ക്കാർ ഓരോ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ ക്രിസ്മസ് സന്ദേശവുമായിട്ട് പോകുന്നു, കേക്കുകൾ എടുത്ത് പോകുന്നു, അല്ലേ? അപ്പം ആപത്ത് ചെറുതല്ല ഞാൻ പറയുന്നത്. ഒരു ഭാഗത്ത് RSS, ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയ പരിശ്രമങ്ങൾ, മറുഭാഗത്ത് ക്രിസ്ത്യൻ വിഭാഗം, അതിനടകത്തും RSS-ന്റെ കൃത്യമായ ഇടപെടൽ നടക്കുന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഒരു ബിഷപ്പ്, ക്രിസ്തീയ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. എന്താണ്? ജിഹാദുമായി ബന്ധപ്പെട്ടതാണ്. ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നാ പറഞ്ഞത്, മയക്കുമരുന്ന് ജിഹാദ്, അല്ലേ? എന്താണ് അതിൻ്റെ പിന്നിൽ? ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയാണ്. ജിഹാദ് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ കണക്കാക്കുന്നത്. അവരുടെ താല്പര്യം എന്തായിരുന്നു? ഇതാണ് മുസ്ലിം വിരുദ്ധ വികാരം ക്രിസ്ത്യൻസിനിടയിൽ ഉണ്ടാക്കുക. അത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അത് നടത്തിപ്പുകാരായിട്ട് കാസ മാറുക.
നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടല്ലോ, വേറെ ആരും അല്ല ഇടപെട്ടത്. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തത്സമയത്ത് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ കണക്കെടുത്തു, പരസ്യമായി പ്രഖ്യാപിച്ചല്ലോ. മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യം അല്ലേ? അതാണ് കേരളത്തിലെ LDF സർക്കാർ. പല പ്രകാരത്തിലും വർഗീയത പടർത്താൻ പരിശ്രമിക്കുന്നു. ഇവിടെ മുസ്ലിം ലീഗുകാർ മാന്യന്മാരായിട്ട് ചമയാൻ, ഇതാണ് അവർ മാന്യന്മാരായിട്ട് ചമയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ആണോ? സഖാവ് വിജയരാഘവൻ വയനാട് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഒരു പള്ളിയെ ലക്ഷ്യം വെച്ചു, അത് കഴിഞ്ഞപ്പോൾ 3 പള്ളി, പിന്നെ 30 പള്ളി, പിന്നെ 30,000 പള്ളിയിലേക്ക് പോയിക്കൊണ്ട് രാജ്യത്തുടനീളം ഹിന്ദുത്വ തീവ്രവാദം പടർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ RSS പരിശ്രമിക്കുന്ന ഘട്ടത്തിൽ തുർക്കിയിലെ ഒരു ക്രിസ്തീയ ദേവാലയം അല്ലേ, ഹാഗിയ സോഫിയ ക്രിസ്തീയ ദേവാലയം, അത് അവിടുത്തെ എർദോഗൻ അധികാരത്തിൽ വന്നപ്പോൾ മതമൗലികവാദിയാണ്, അത് പള്ളിയായിട്ട് മാറ്റി. ക്രിസ്തീയ ദേവാലയമേ ഒരു മുസ്ലിം പള്ളിയായിട്ട് പരിവർത്തിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രികാ പത്രത്തിൽ ലേഖനം എഴുതി. കൃത്യമായിട്ടുള്ള വർഗീയതയാണെന്ന് പറയാൻ ആരേ ഉണ്ടായുള്ളൂ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച സഖാവ് കോടിയേരി അല്ലേ? അതുകൊണ്ട് ലീഗുകാരെ നിങ്ങളെയും വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അതുപോലെ പോപ്പുലർ ഫ്രണ്ട് തെറ്റായിട്ടുള്ള ആശയങ്ങൾ, തെറ്റായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിനെയും എതിർക്കാൻ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ. മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. വഖഫിനെ പറ്റി ദീർഘമായി പറയാനുണ്ട്, പക്ഷേ മറ്റ് സഖാക്കൾ ഇവിടെയുണ്ട് അല്ലേ? ലീഗുകാർ ഇപ്പോൾ പറയുന്നത് ആ VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഈ വഖഫ് തിരിമറിയെക്കുറിച്ച്, വഖഫിലെ അഴിമതിയെപ്പറ്റി, ആ വഖഫ് അന്യാധീനപ്പെട്ടതെന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അതാണ് പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി പറയാണ്, അതാണ് പ്രശ്നം. കേരളത്തിൽ വഖഫ് ഭൂമിയുടെ, വഖഫ് സ്വത്തുക്കളുടെ അന്യാധീനപ്പെടൽ നടക്കുന്ന ഓരോ ലീഗ് നേതാക്കന്മാരാണ്. നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ VS-ന്റെ ഗവൺമെന്റ് കാലത്ത് പഴയ നിയമ സെക്രട്ടറി റിട്ടയേർഡ് ജഡ്ജി MA നിസാർ അന്വേഷിച്ചിട്ട് 20 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഫയലുണ്ട്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഈ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്നത് പടച്ചോന്റെ സ്വത്തായിട്ടാണ് അല്ലേ? പടച്ചോന്റെ സ്വത്ത് പള്ളയിലാക്കുന്ന പണി ലീഗ് എടുത്തത് ഈ റിപ്പോർട്ടിലുണ്ട്. മനസ്സിലായില്ലേ? നിഷേധിക്കാൻ ഞാൻ ലീഗ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുക. ആ റിപ്പോർട്ടിൽ ഒരു ഭാഗം എന്താണെന്നറിയോ? വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ പറയുന്നത് വഖഫ് സ്വത്തിൽ നിന്നുള്ള വരുമാനം അത് ആർക്കുള്ളതാണ്? വഖഫ് സ്വത്തിൽ നിന്നുള്ള വരുമാനം ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അനാഥന്മാർക്ക് സഹായം കൊടുക്കാൻ, പിന്നെയോ വിധവകൾക്ക് സഹായം കൊടുക്കാൻ, നിരാശരായിട്ടുള്ള ആളുകൾക്ക് സഹായം കൊടുക്കാനുള്ളതാണ് വഖഫ് സ്വത്തിനുള്ള വരുമാനം. ആ വരുമാനം ഉപയോഗിച്ച് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് 50,000 രൂപ, ഈ 5 ലക്ഷം രൂപ വില വരുന്ന സമയത്താണ്, ഇപ്പം അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് 50,000 രൂപ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക്. ഏത് പടച്ചോന്റെ സ്വത്തോ? എന്തിനാ പടച്ചോന്റെ സ്വത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക്? അപ്പൊ തട്ടിപ്പിന്റെ ആശാന്മാരാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വക്താക്കളായിട്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം നമുക്ക് തുറന്നു കാണിക്കണം. എല്ലാ വർഗീയ ശക്തികളെയും എതിർക്കുന്ന സമീപനമാണ് CPM-നുള്ളത്. അതാണ് ഈ നാടിന് ആവശ്യം. ഇത് തിരിച്ചറിയാൻ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു വിഷയത്തെയാണ്, കാലിക പ്രസക്തമായിട്ടൊരു വിഷയത്തെയാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംഘാടകന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.